തിരുവനന്തപുരം നെയ്യാർ ഡാമിലേക്ക് വന്ന KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. 15 പേർക്ക് പരിക്കേറ്റു. ബസ്സിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ 1 മണിക്കൂർ നീണ്ട ശ്രമത്തിനിടെ പുറത്തെടുത്തിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ്, വലിയ അപകടമാണ് ഉണ്ടായത്. ഈ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ അലക്സ്. രജിത്ത്, രാവിലെ 7:45 ഈ അപകടം ഉണ്ടാകുന്നത്. രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ഫാസ്റ്റ് പാസഞ്ചറാണ് നമുക്ക് പിന്നിൽ കാണുന്ന ആ വാഹനം. നെയ്യാർ ഡാമിലേക്ക് വരുന്ന വാഹനമായിരുന്നു. ഇത് ഓർഡിനറി ബസ്സാണ്. ഇത് അമ്പൂരിയിൽ നിന്ന് നെയ്യാർ ഡാം വഴി കാട്ടാക്കടയിലേക്ക് പോകുന്ന ബസ്സാണ്. ഈ വാഹനങ്ങളാണ് ഏതാണ്ട് 7:45 കൂടി ഇവിടെ കൂട്ടിയിടിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. അതായത് രണ്ട് വാഹനത്തിൻ്റെയും ഈ ഡ്രൈവർ ക്യാബിനുകൾ പരസ്പരം ഇടിച്ചു ചേർന്ന് ഇരിക്കുന്നൊരു ഘട്ടമാണ്. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൽ ഈ ഓർഡിനറി ബസ്സിലെ ഡ്രൈവർ വിജയകുമാർ, അദ്ദേഹത്തെ 1 മണിക്കൂർ പണിപ്പെട്ടാണ് ഇവിടെ നിന്ന് ഫയർഫോഴ്സും അതുപോലെ നാട്ടുകാരും ഒക്കെ ചേർന്ന് ഇവിടെ നിന്ന് പുറത്തെടുത്തത്. ഏതാണ്ട് 25ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിലധികവും സ്ത്രീകളാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മുഖത്ത് പരിക്കേറ്റവരുണ്ട്. 3-4 പേർ മുഖത്ത് പരിക്കേറ്റവരുണ്ട്. മണിയറവള ആശുപത്രിയിലേക്ക് ഈ പരിക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട്. ഫാസ്റ്റ് പാസഞ്ചറിന്റെ ഡ്രൈവർ നാഗരാജ്, അദ്ദേഹത്തെയും ഒപ്പം വിജയകുമാറിനെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിജയകുമാറിന്റെ കാലിനാണ് സാരമായി പരിക്കേറ്റുള്ളത് എന്നുള്ളതാണ് വിവരം. 1 മണിക്കൂർ അങ്ങേയറ്റം കഷ്ടപ്പെട്ട ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം ഈ കട്ടറുകളൊക്കെ ഉപയോഗിച്ച് ലോഹഭാഗം കട്ട് ചെയ്തൊക്കെയാണ് ഇവിടെ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കാനായത്. ഈ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട് റിജിത്ത്. കാരണം ഇതിന്റെ തൊട്ടടുത്ത് കനാലാണ്, നെയ്യാറിന്റെ കനാലാണ്. ഇതിന്റെ ഒരു വശം നേരത്തെ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇടിഞ്ഞു പോയൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഗതാഗതം അവിടേക്ക് പ്രവേശിപ്പിക്കില്ല. അവിടെ തന്നെ ബോർഡ്, പോലീസിന്റെ അടക്കം ബോർഡുണ്ട്, അങ്ങോട്ട് പോരുന്നുള്ള പോലീസിന്റെ ബോർഡുണ്ട്. അതുകൊണ്ട് ഒരേ സമയം വലിയ വാഹനങ്ങൾ ഒരു വഴി, അതായത് ഒരു വൺ വേ വഴി മാത്രമേ വലിയ വാഹനങ്ങൾ കടന്നു പോകാൻ സാധിക്കൂ. ആ ഒരു പ്രദേശത്ത്, ആ ഒരു വളവിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. അതായത് ഈ കനാൽ ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നതിൽ വലിയ അപകട ഭീതി ഇവിടെ പ്രദേശത്ത് ഉയർത്തുന്നുണ്ട്. ഇവർ പല തവണ നെയ്യാർ ഡാം അടക്കം ആവശ്യപ്പെട്ടിട്ടും അത്തരത്തിലൊരു നടപടി, ഇത് പരിഹരിക്കുന്ന ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നുണ്ട്. ഇനിയും ഇതുപോലെ തന്നെയാണ് ഈ പ്രദേശം വിട്ടിരിക്കാൻ സാധ്യതയെങ്കിൽ കൂടുതൽ അപകടങ്ങൾക്ക് വഴിതെളിയിക്കുന്നതായിരിക്കും ഈ നീക്കം എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. ഈ പ്രദേശം വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സ്ഥലമല്ലേ? എത്ര കാലങ്ങളായി ഇവിടെ ബന്ധപ്പെട്ടവരൊക്കെ പറയാറുണ്ട്, MLAയും പഞ്ചായത്തിനെ അധികൃതരൊക്കെ പറയാറുണ്ട്. ഈ പരിചയമുള്ള ബസ്സായതുകൊണ്ടാണ് ഇത്രയും ഇങ്ങനെ. പരിചയമില്ലാത്ത ടൂറിസ്റ്റ് ബസ്സൊക്കെ ആയിരുന്നെങ്കിൽ നേരെ അങ്ങോട്ട് എടുക്കുള്ളായിരുന്നു. അങ്ങോട്ടായിരുന്നെങ്കിൽ വലിയൊരു അപകടം വരുമായിരുന്നു. കനാലിലേക്ക് മറിയ പരിചയമുള്ള സ്ഥിരം പോകുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിയിടിച്ചൊരു ഒരു അപകടം ചെറുതായി പോയത്. പരിചയമില്ലാത്തൊരു ടൂറിസ്റ്റ് ബസ്സോ പ്രൈവറ്റ് ബസ്സോ എല്ലാം ആയിരുന്നെങ്കിൽ അവർ നേരെ ഈ കനാലോട്ട് പിടിക്കുള്ളായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ മരിക്കുമായിരുന്നു. അപകടത്തിന്റെ രൂക്ഷത വർദ്ധിച്ചേനെ. അതാണ് ആണെങ്കിൽ ശരിക്കും സ്കൂൾ കുട്ടികളുണ്ട്. ഏതാണ്ട് 30ഓളം സ്കൂൾ കുട്ടികളുള്ളത് വരുന്ന ദിവസം തിങ്കളാഴ്ച ദിവസം. പക്ഷേ ഇന്ന് വർക്കിൻ്റെ അല്ലാത്തതിൻ്റെ പേരിലാണ് വലിയൊരു ആളപായം ഇല്ലാതെ മാറിയത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. അത് റിജിത്ത്, അടിയന്തരമായി ഈ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ചുമതലയുള്ളത്. അതായത് ഈ കോൺക്രീറ്റിന്റെ വശം, ക്ഷമിക്കണം, ഈ കനാലിന്റെ വശം കെട്ടുന്നതിനൊക്കെയുള്ള ചുമതലയുള്ളത് ഇറിഗേഷൻ വകുപ്പിനാണ്. ആ വകുപ്പ് കൃത്യമായി ഇടപെടണം. നെയ്യാർ ഡാം ഇടപെട്ട് ശരി. അപകട സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നെയ്യാർ ഡാമിലേക്ക് വന്ന KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അലക്സ് മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.